എല്ലാവർക്കും മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇതെന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 6ാമത്തെയാണ്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ട് അത് കണ്ടു നോക്കുക. അതോടൊപ്പം ഒരു ബ്ലോഗും കൂടിയുണ്ട്. ബ്ലോഗിലെ മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്തേക്കുന്നത്. എല്ലാവരും അത് കയറി ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ കാൽക്കുലേഷനിലേക്ക് കടക്കാം. ഇത് ഗാദേഡ് പ്ലീറ്റ് സ്കേർട്ട് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് സ്കേർട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇത്. നമുക്ക് ഫുൾ ലെങ്ത് ഞാൻ എടുത്തേക്കുന്നത് 16 ഇഞ്ച്, വേസ്റ്റ് 19.25 ഇഞ്ചാണ്. ഫുൾ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വേസ്റ്റ് മുതൽ നമ്മൾക്ക് എന്തോരാണ് ഇറക്കം എടുക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അതുവരെയുള്ളതാണ്. അതിൽ നമ്മള് അരയിലുള്ള ബെൽറ്റ്, അരപ്പട്ട എന്നൊക്കെ പറയില്ലേ, അത് ഉൾപ്പെടെ ഉള്ളതാണ് ഫുൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഇപ്പൊ 0 to 1 അതായത് സ്കേർട്ടിന്റെ വിഡ്ത്ത് ആണ്. വേസ്റ്റ് ഇൻറ്റു 3, അതായത് വേസ്റ്റ് നമ്മൾ എത്രയാണോ അതിന്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ എടുക്കാം. ഇനിയിപ്പോ 2 ഇരട്ടിയോ ഉള്ളെങ്കിൽ ആ രീതിയിലും എടുക്കാം. പക്ഷെ ഇവിടെ ഇടുന്ന ചുരുക്ക് വളരെ കുറവായിരിക്കുന്നുള്ളൂ. കുറഞ്ഞത് ഒരു 3 ഇരട്ടിയെങ്കിലും എടുത്താലേ നമുക്ക് അത്യാവശ്യം ചുരുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ വേസ്റ്റ് 19.25 അത് ഇൻറ്റു 3 ചെയ്യാം, 3 ഇരട്ടി. അപ്പൊ നമുക്ക് 59.25 കിട്ടി. അതിനൂടെ 5 ഇഞ്ച് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 64.25 കിട്ടി. അതിന്റെ 4/1 കാണാണ്. അപ്പൊ നമുക്ക് ഒരു 4/1 പറഞ്ഞാല് നമുക്ക് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് നമുക്ക് 16 ഇഞ്ച് കിട്ടും. സ്കേർട്ടിന്റെ ഒരു സൈഡിലേക്ക് മാത്രം. ഇപ്പൊ ഫ്രണ്ടിലേക്ക് നമുക്ക് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 32 ഇഞ്ചോളം നമുക്ക് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് നമുക്ക് തുണിക്ക് വീതി വേണ്ടി വരും. അടുത്തത് 0 to 3 ആണ്. ഫുൾ ലെങ്ത് പ്ലസ് ബെൽറ്റ് പ്ലസ് 1 ഇഞ്ച്. ഫുൾ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ 16 ഇഞ്ചാണ്. ഈ ബെൽറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഫുൾ ലെങ്ത്തിൽ തന്നെ നമ്മൾ ഈ ഫ്രണ്ടിലേക്കുള്ള ഇവിടുന്ന് ഇവിടത്തോളം വരെയുള്ള ഓൾറെഡി നമ്മുടെ ബെൽറ്റ് അടക്കമുള്ള അളവ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് തുണി മടക്കി അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എലാസ്റ്റിക് വെച്ച്. അതിന് നമുക്ക് എക്സ്ട്രാ ഒരു 2.5 ഇഞ്ച് വേണ്ടി വരും. പിന്നെ താഴ്വശം മടക്കി അടിക്കാനായിട്ട് 1 ഇഞ്ച്. അങ്ങനെ 16ന്റെ കൂടെ 3.5 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 19.5 ഇഞ്ച് കിട്ടി. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നമ്മളിപ്പോ ഓൾറെഡി എടുക്കണ തുണിന്ന് തന്നെയാണ് ഈ എലാസ്റ്റിക് വെക്കാനുള്ള ആ ഒരു പോർഷനും കൂടി അടയാളപ്പെടുത്തുന്നത്. ചിലപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബെൽറ്റ് ഉണ്ടല്ലോ, അതായത് എലാസ്റ്റിക് വെക്കാനുള്ളത് നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സെപ്പറേറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഇനി വരാൻ പോകുന്ന വീഡിയോയിലൊക്കെ ഞാൻ കാട്ടിത്തരാം. അടുത്തത് ഇലാസ്റ്റിക് ആണ്. വേസ്റ്റ് നമുക്ക് 19.25 കിട്ടിയേക്കണേ. അതേ ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പൊ 9.9 കിട്ടി. അത് റൗണ്ട് ചെയ്ത് നമ്മൾ 10 എടുത്തു. അതിന് 2 ഇഞ്ച് കുറയ്ക്കാം. അപ്പൊ നമുക്ക് 8 ഇഞ്ച് കിട്ടി. ഈ 8 ഇഞ്ച് എന്ന് പറയുന്നത് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ടാണ് നമുക്ക് 8 ഇഞ്ച് വേണ്ടത് ഇലാസ്റ്റിക്. ബാക്കിലേക്ക് നമുക്ക് 8 ഇഞ്ച് തന്നെ വേണം. അപ്പൊ 8 8 16 ഇഞ്ച് വരും. മനസ്സിലായെന്ന് വിചാരിക്കണേ. നമുക്ക് ഇവിടെ എടുത്തേക്കണ തുണിയുടെ വീതി എന്ന് പറയുന്നത് 59.25 ഉണ്ട്. കാരണം വേസ്റ്റിന്റെ 3 ഇരട്ടിയാണ് നമ്മൾ എടുത്തേക്കണേ. ഈ 59.25 ഇഞ്ച് വീതിയുള്ള തുണീനെ നമ്മൾ ഈ 16 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് വെച്ച് നമ്മളതിനെ നമ്മുടെ ആ വേസ്റ്റിന്റെ ആ വണ്ണത്തിലേക്ക് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ആവശ്യം 0 to 1 നമുക്ക് 16 ഇഞ്ചാണ്. അതായത് ഒരു സ്കേർട്ടിന്റെ ഒരു സൈഡിലേക്കുള്ളത് നമ്മൾ ബോഡിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ റൈറ്റ് സൈഡിലേക്ക് മാത്രമായിട്ടാണ് നമുക്കൊരു 16 ഇഞ്ച് വേണ്ടി വരുന്നത്. ലെഫ്റ്റ് സൈഡിലേക്കും കൂടി രണ്ടും കൂടി 16 + 16 നേരം 32 ഇഞ്ച് നമുക്ക് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് വേണം. ഞാൻ ഇവിടുന്ന് 32 ഇഞ്ച് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പീസ്. മനസ്സിലായില്ലേ? ഇനി ഇറക്കം എനിക്ക് വേണ്ടത് 19.5 ഞാൻ 19 എന്നുള്ളത് ഒരു 20 ഇഞ്ചോളം ഉണ്ട്. ഇത്ര മാത്രമേ നമുക്ക് കട്ടിങ്ങിലുള്ളൂ. നമുക്ക് പ്രത്യേകിച്ചൊന്നും കട്ട് ചെയ്യാൻ ഇതിലില്ല. നമ്മളിവിടെ എലാസ്റ്റിക് വെച്ച് നമ്മളിങ്ങനെ മടക്കി തയ്ക്കുകയാണ്. ഞാൻ എലാസ്റ്റിക് എടുത്തേക്കുന്നത് ഒരു 3/4 ഇഞ്ചിന്റെ എലാസ്റ്റിക് ആണ്. ഇനി ഇതിലേക്ക് ഞാൻ ലൈനിങ് തുണി കൂടി എടുക്കുന്നുണ്ട്. ലൈനിങ് തുണിയുടെ നീളം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ നല്ല തുണിയേക്കാളും 2 ഇഞ്ചോ 3 ഇഞ്ചോ കുറവ് വേണം ലൈനിങ് തുണി. ഇത്രയും കുറവ് എന്റെ ലൈനിങ് തുണിക്ക് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത് ഏകദേശം 3 ഇഞ്ചോളം കുറവ് ഞാൻ എടുത്തിട്ടുണ്ട്. അത്രയും കുറവിൽ വേണം എപ്പോഴും ലൈനിങ് തുണി എടുക്കാനായിട്ട്. പിന്നെ ഇതിന്റെ അടിയിൽ നമുക്ക് സ്റ്റിഫ് നെറ്റ് വെച്ച് അടിക്കാം.
അത് ഞാൻ സ്റ്റിഫ്നെറ്റ് ഞാൻ എപ്പോഴും സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ഡ്രസ്സിനും ഇതുപോലെ സ്റ്റിഫ്നെറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അതൊരു സെപ്പറേറ്റ് സ്കേർട്ട് പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും അടിയിൽ നമുക്ക് സ്റ്റിഫ്നെറ്റ് ഇടാം. പിന്നെ അതുപോലെ കുട്ടികളൊക്കെ ആകുമ്പോൾ കുറച്ച് നാളൊക്കെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിൽ ഇടിക്കുള്ളൂ. വീട്ടിലിടിക്കുമ്പോൾ വെച്ചാൽ സ്റ്റിഫ്നെറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് വീട്ടിലിട്ട് അടക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് സ്റ്റിഫ്നെറ്റ് ഊരി മാറ്റാൻ നിൽക്കണം. അതിനേക്കാൾ നല്ലത് സ്റ്റിഫ്നെറ്റ് നമ്മൾ സെപ്പറേറ്റ് ഒരു സ്കേർട്ട് പോലെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്കേർട്ടിന്റെ കൂടെയും നമുക്ക് അടിയിൽ സ്റ്റിഫ്നെറ്റ് ഇടാവുന്നതാണ്. ആ സ്റ്റിഫ്നെറ്റ് എങ്ങനെ റെഡിയാക്കണ്ടെന്നുള്ളത് ഞാൻ ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ കാട്ടിത്തരാം. ഇതിലിപ്പോൾ ഞാനത് ആഡ് ചെയ്യുന്നില്ല. അത് ഇനി വരാൻ പോകുന്ന വേറൊരു സ്റ്റിച്ചിങ് ക്ലാസ് വീഡിയോ എന്ന രീതിയിലേക്ക് ഞാനത് ആഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റിച്ചിങ് ആണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് വേണ്ട വെച്ച് കഴിഞ്ഞാല് നമ്മൾ സ്കേർട്ടിന്റെ തുണി എടുത്തു, അതിന്റെ ലൈനിങ് എടുത്തു. സ്കേർട്ടിന്റെ ചീത്ത ഭാഗത്ത്, നല്ല ഭാഗത്തല്ല ചീത്ത ഭാഗത്ത് വെച്ച് ലൈനിങ്ങും ഒപ്പത്തിനൊപ്പം വെച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചേർത്ത് ഒരു സ്റ്റിച്ച് മൊത്തത്തിൽ കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ മടക്കി അടിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിലെ ഈ പറഞ്ഞ പോലെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ച് മടക്കി അടിച്ചാലും മതി. നമ്മൾ തുടക്കക്കാരാകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മടക്കി അടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരാദ്യം ഇതിന്റെ മേലേക്കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പൊ അത് അനങ്ങാണ്ട് അവിടെ ഇരുന്നോളൂല്ലോ. നമുക്കിനി ഇത് ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ മടക്കി അടിക്കാം. ആദ്യം പതിവ് പോലെ തന്നെ കെട്ടിടാം. മൊത്തത്തില് നമുക്ക് മടക്കി അടിച്ചെടുക്കാം. എനിക്ക് വല്ല ചുളിവുണ്ടെന്നുണ്ടെങ്കിൽ അയൺ ചെയ്തെടുത്തോളൂ കേട്ടോ, എന്നാലും കുറച്ചുകൂടി വൃത്തി വരും. അങ്ങനെ രണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട വെച്ചാൽ സൈഡ് ലൈനിങ് തുണി എക്സ്ട്രാ കൂടുതലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. ഇനി വേണ്ടത് നമ്മൾ ലൈനിങ് തുണിയുടെ അടിവശം മടക്കി അടിക്കണം. ഇതിന്റെ അടിവശം മടക്കി അടിക്കണം. ഇതിന്റെ തുമ്പ് തേരുവശം ആയതുകൊണ്ട് ഞാൻ ഇവിടെ മടക്കി അടിക്കണില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് ഈ സൈഡും ഇപ്പുറത്തെ സൈഡും രണ്ടും മടക്ക് കൊടുക്കുക. ആദ്യം ഒരു മടക്ക് മടക്കി രണ്ടാമത്തെ ഒരു മടക്ക് മടക്കി, അങ്ങനെ രണ്ട് മടക്ക് മടക്കി ഈ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമുക്ക് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഈ സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതിപ്പോ രണ്ട് പാട്ടായതുകൊണ്ട് നല്ല വശവും നമ്മൾ കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ മുതൽ ഇവിടം വരെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാറ്. അങ്ങനെ നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി താഴെ ഇങ്ങനെ ഡിസൈൻ ഒക്കെ വരുന്ന മോഡലാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടിന്റെയും ഡിസൈൻ സെയിം തന്നെ ആയി കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇങ്ങനെ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നേരിയതായിട്ട് വല്ല വ്യത്യാസമാണ് ഉള്ളെങ്കിൽ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കാം. ഇവിടെ ഈ സ്റ്റിച്ചിങ്ങിന്റെ ഈ ഡിസൈനിന്റെ അടുത്ത് എത്തുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ ചെറുതായിട്ടൊന്ന് മടക്കണമെങ്കിൽ മടക്കാം. അറിയാത്ത രീതിയിൽ എനിക്ക് കറക്റ്റ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. കിട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ സ്കേർട്ട് പോലെ കാട്ടിത്തരാം. ഇപ്പൊ തന്നെ സ്കേർട്ട് പോലെ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇനി എലാസ്റ്റിക് വെക്കണ്ടേ? എലാസ്റ്റിക്കിന് ആകെ കൂടി ഇത്രേ ഉള്ളൂ വീതി. പക്ഷെ ഇത്രയും ബാലൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മൊത്തത്തിലൊന്ന് വലിച്ചു പിടിച്ചടിക്കാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ പറഞ്ഞ 2.5 ഗ്യാപ്പ് ഇവിടെ ഇട്ട് മടക്കി അടിക്കാം. അതിനു മുൻപ് നമുക്ക് ഫുൾ ലെങ്ത് വേണ്ടത് 16 ഇഞ്ചാണ്. ഇതിപ്പോ എത്രയുണ്ടെന്ന് നോക്കാം. താഴെ നമുക്ക് 1 ഇഞ്ച് മടക്കി അടിക്കാൻ വേണം. മേലെ നമുക്ക് ബെൽറ്റിന് 2.5 ഇഞ്ച് വേണം. അപ്പൊ നമ്മളിവിടെ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കാണ്. അതോടൊപ്പം തന്നെ ഇവിടെ 2.5 ഇഞ്ച് വരും. നമുക്കിനി ഇങ്ങനെ മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കണം. അപ്പൊ ഞാൻ ഇതെല്ലാവരെയും ഈ 2.5 ഇഞ്ച് അടയാളപ്പെടുത്താണ്.
അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. ഞാൻ വളഞ്ഞും പൊളഞ്ഞും ഒന്നും പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കറക്റ്റ് ഒരു 2.5 ഇഞ്ച് ഞാൻ എല്ലാവിടെയും അടയാളപ്പെടുത്തണം. തുടക്കത്തിൽ ആദ്യമായിട്ട് തയ്യൽ പഠിക്കുന്നവരാണെങ്കിൽ എപ്പോഴും ഈ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് മടക്കി അടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ അളവില് തെറ്റ് വരില്ല. അങ്ങനെ മൊത്തത്തില് നമുക്ക് ഇതിനെ മടക്കി അടിച്ചെടുക്കാം. അടിക്കുമ്പോ ഇങ്ങനെ മടക്കാം. ഉണ്ടാ ഇവിടുന്ന് ഇങ്ങോട്ടും മടക്കി ഇങ്ങനെ അടിച്ചെടുക്കാം. മനസ്സിലായില്ലേ? ഞാൻ ഇതിന് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ ഇവിടെയാണ് നമ്മുടെ 2.5 ഇഞ്ച് വരുന്നത്. താഴെ നമുക്ക് 1 ഇഞ്ച് മടക്കി അടിക്കാനുള്ളതുണ്ട്. ഇതിനെ ഇങ്ങനെ മടക്കാം. കണ്ടാ മടക്കി ഒരറ്റത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങാം. മടക്കി അടിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തുമ്പുണ്ടല്ലേ, ഈ തുമ്പ് ഒന്നിങ്ങനെ ചിരിച്ച് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ച് മടക്കി അടിക്കുക. ഓക്കെ, നമ്മൾ 3/4 ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണല്ലോ ഇടണേ. ഇവിടെ 1 ഇഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് 3/4 ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ഇടാൻ പറ്റുള്ളൂ. ഇവിടെ വരുമ്പോ വെച്ചാല് ഇതിങ്ങനെ പിടിക്കുമ്പോഴേ കട്ടി കൂടാ. ഇതിങ്ങനെ 2 സൈഡിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് മടക്കാം. അപ്പൊ അത്രയും കട്ടി വരില്ല. ഇങ്ങനെ 2 സൈഡിലേക്ക് ആക്കി ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അടിയിൽ നിന്ന് നമ്മുടെ സ്കേർട്ടിന്റെ തുണി ഇതിലേക്ക് വരരുത്. അങ്ങനെ ആകുമ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് പോകും. അപ്പൊ നമ്മൾ അഴിച്ച് രണ്ടാമത് ചെയ്യേണ്ടി വരും. 2 ഇഞ്ച് ഗ്യാപ്പ് കൂടെ വിടാം. ഗ്യാപ്പ് വിട്ടിട്ട് നമ്മളുടെ കെട്ടിട്ട് നിർത്താം. ഇനിയുള്ളത് നമ്മുടെ ഈ ഗ്യാപ്പിലേക്ക് നമ്മുടെ ഈ ഇലാസ്റ്റിക് കയറ്റണം. ഈ തുമ്പ് നമുക്ക് ഇതിനെയും ഇതുപോലെ തന്നെ ഇവിടെ എവിടെയെങ്കിലും കുത്തി വെക്കാം. അപ്പൊ 2 അറ്റവും ഞാനിങ്ങനെ സൂചി കൊണ്ട് അപ്പുറം കുത്തിയിട്ടുണ്ട്. ഈ 2 ഇലാസ്റ്റിക്കുകൾ തമ്മിൽ കൂട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇലാസ്റ്റിക്കുകൾ തമ്മിൽ ഒന്നിങ്ങി ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് മേലെ കൂടെ ഒരു തുണി ഇടുക, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വീർത്തിരിക്കില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. ആ തുണിയിൽ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. ഡബിൾ സ്റ്റിച്ച് കൊടുക്കട്ടോ അതിന്. കണ്ടത് ഇപ്പൊ എല്ലാവരുടെയും ഒരേ അളവിൽ ചുരുക്ക് വരത്തക്ക രീതിയിൽ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരുടെയും ഒരേ രീതിയിൽ ചുരുക്ക് വരത്തക്ക രീതിയിൽ നമ്മൾ കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. നമുക്ക് അടിവശം മടക്കിയടിക്കണം. നമുക്ക് ഇതിന്റെ ലെങ്ത് എന്തോരം നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് 16 ഇഞ്ചാണ്. ഇവിടെ നിന്ന് ഏകദേശം അപ്പൊ നമുക്കത് മടക്കി അടിക്കാം. ഇത് രണ്ടും ഇങ്ങനെ വെക്കുക, ഒപ്പത്തിനൊപ്പം മടക്കാം. ഇതിപ്പോ തീരുവശം ആയതുകൊണ്ട് ഞാൻ ഒരു മടക്കി കൊടുക്കുന്നുള്ളൂ. എനിക്ക് അത്രയും മാത്രമേ ഇറക്കം കുറയ്ക്കേണ്ട ആവശ്യമുള്ളൂ.
ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്